എല്ലാവർക്കും നമസ്കാരം. ഫിറ്റർ ഫസ്റ്റ് ഇയർ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ലെയ്ത്ത് കട്ടിംഗ് ടൂൾ മെറ്റീരിയൽ ആൻഡ് ടൈപ്സ് എന്ന വിഷയത്തെക്കുറിച്ചാണ്. എൻ്റെ പേര് രാധാകൃഷ്ണൻ, അരീക്കോട് ITIയിലെ സീനിയർ ഇൻസ്ട്രക്ടറാണ്. ഇപ്പോൾ ലെയ്ത്ത് കട്ടിംഗ് ടൂളെ നോർമൽ ക്ലാസ്സിന് മുമ്പ് ക്ലാസ് ചെയ്തിരുന്നു. അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്ലാസ്സാണിത്. നമുക്കറിയാം, ലെയ്ത്തിലെ കട്ടിംഗ് ടൂൾ ഉണ്ടാക്കുന്ന മെറ്റീരിയൽസ്, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സാണ് ഈ ക്ലാസ്. അപ്പോൾ ഒരു കട്ടിംഗ് ടൂൾസ് മെറ്റീരിയൽസ് എങ്ങനെ ആയിരിക്കണം എന്നാണ് ആദ്യം പറയുന്നത്. കട്ടിംഗ് ടൂൾ മെറ്റീരിയൽസ് ഷുഡ് ബി ഹാർഡർ ആൻഡ് സ്ട്രോങ്ങർ ദാൻ ദ മെറ്റീരിയൽ ബീയിങ് കട്ട്. നമുക്കറിയാം, ഒരു ലെയ്ത്ത് കട്ടിംഗ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് എത്ര ഹാർഡ്നെസ് കൂടിയ മെറ്റലും കട്ട് ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിനെന്ത് വേണം? അത്രയും ഹാർഡ്നെസ് കൂടിയ ടൂളായിരിക്കണം. അപ്പോൾ അത് എന്ത് മെറ്റീരിയലാണോ കട്ട് ചെയ്യുന്നത് അതിനേക്കാളും കൂടുതൽ ഹാർഡ്നെസ്സിലെ ടൂളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ടഫ് ടു റെസിസ്റ്റ് ഷോക്ക് ആൻഡ് ലോഡ്, ഒരു സഡൻ ഷോക്ക് ലോഡൊക്കെ താങ്ങാൻ കഴിവുള്ള ടൂളായിരിക്കണം. റെസിസ്റ്റൻറ്റ് ടു അബ്രാഷൻ, ദസ് കോൺട്രിബ്യൂട്ടിങ് എ ലോങ് ടൂൾ ലൈഫ്. അതുപോലെ അബ്രാഷൻ, തേയ്മാനം, അബ്രാഷൻ എന്ന് പറഞ്ഞാൽ ഗ്രൈൻഡ് ചെയ്യുന്നതൊക്കെ തടയാൻ കഴിയണം. അപ്പോൾ അത് അങ്ങനെയുള്ള ടൂളായിരിക്കണം. അബ്രാഷൻ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവായിരിക്കണം. കട്ടിംഗ് ടൂൾ മെറ്റീരിയൽ ഷുഡ് പൊസസ് ദ ഫോളോയിങ് ക്വാളിറ്റീസ്. കട്ടിംഗ് ടൂളിന് താഴെ പറയുന്ന ക്വാളിറ്റീസ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ഏതൊക്കെയാണെന്ന് നോക്കാം. കോൾഡ് ഹാർഡ്നെസ്, റെഡ് ഹാർഡ്നെസ്, ടഫ്നെസ്. ഇങ്ങനെ 3 പ്രോപ്പർട്ടീസാണ് പ്രധാനമായിട്ട് വേണ്ടത് ടൂളിന്. കോൾഡ് ഹാർഡ്നെസ്, റെഡ് ഹാർഡ്നെസ്, ടഫ്നെസ്. ഇതിൽ ഓരോന്നും ഏതാണെന്ന് നോക്കാം. ഒന്ന് കോൾഡ് ഹാർഡ്നെസ്. ഇറ്റ് ഈസ് ദി amount ഓഫ് ഹാർഡ്നെസ് പൊസസ്ഡ് ബൈ എ മെറ്റീരിയൽ അറ്റ് നോർമൽ ടെമ്പറേച്ചർ. ഒരു സാധാരണ ടെമ്പറേച്ചറിൽ ഒരു മെറ്റീരിയലിന് ഉണ്ടാകേണ്ട ഹാർഡ്നെസ്, അതാണ് കോൾഡ് ഹാർഡ്നെസ്. ഇപ്പോൾ സാധാരണ നമ്മൾ മെറ്റൽ കട്ട് ചെയ്യുമ്പോൾ ചൂടാവുന്നില്ലെങ്കിൽ നമുക്ക് കോൾഡ് ഹാർഡ്നെസ് പ്രോപ്പർട്ടി മതി. സാധാരണ ചൂടാകാത്ത അവസ്ഥയിൽ ചില മെറ്റലിന് നല്ല ഹാർഡ്നെസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള മെറ്റൽസ് നമുക്ക് കട്ടിംഗ് ടൂൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാം. പക്ഷേ അത് നോർമൽ ടെമ്പറേച്ചറിൽ മാത്രമേ ഹാർഡ്നെസ് ഉണ്ടാവുള്ളൂ. അത് ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ കട്ടിംഗ് എബിലിറ്റി നഷ്ടപ്പെടും. ഹാർഡ്നെസ് ഈസ് ദ പ്രോപ്പർട്ടി ബൈ വിച്ച് ഇറ്റ് ക്യാൻ കട്ട്, സ്ക്രാച്ച് അതർ മെറ്റൽസ്. അപ്പോൾ എന്താണ് ഹാർഡ്നെസ് എന്നുള്ള പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കാം. ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ ഹാർഡ്നെസ് ഉള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് മറ്റൊരു മെറ്റീരിയലിനെ സ്ക്രാച്ച് ചെയ്യാനോ കട്ട് ചെയ്യാനോ പറ്റണം. അങ്ങനെയുള്ളൊരു പ്രോപ്പർട്ടിക്കാണ് നമ്മൾ ഹാർഡ്നെസ് എന്ന് പറയുന്നത്. വെൻ ഹാർഡ്നെസ് ഇൻക്രീസസ്, ബ്രിട്ടിൽനെസ് ആൾസോ ഇൻക്രീസസ്. ഹാർഡ്നെസ് കൂടുമ്പോൾ ബ്രിട്ടിൽനെസ്സും കൂടുന്നു. ആൻഡ് എ മെറ്റീരിയൽ വിച്ച് ഹാസ് ടു മച്ച് ഓഫ് കോൾഡ് ഹാർഡ്നെസ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ദ മാനുഫാക്ചർ ഓഫ് കട്ടിംഗ് ടൂൾ. അതുകൊണ്ട് തന്നെ ഹാർഡ്നെസ് കൂടുന്ന നമുക്ക് ബ്രിട്ടിൽനെസ് സ്വാഭാവികമായിട്ട് കൂടും. ബ്രിട്ടിൽനെസ് എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പോകുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ടു മച്ച്, കൂടുതൽ കോൾഡ് ഹാർഡ്നെസ് ഉള്ള വർക്ക് നമുക്ക് ഒരു കാരണവശാലും ഇത് കട്ടിംഗ് ടൂൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല. അടുത്ത പ്രോപ്പർട്ടി പറയുന്നത് റെഡ് ഹാർഡ്നെസ്സിനെ കുറിച്ചാണ്. ഇറ്റ് ഈസ് ദി അബിലിറ്റി ഓഫ് എ ടൂൾ മെറ്റീരിയൽ to retain most of its cold hardness property even at very high temperature. ഈ പറയുന്ന കോൾഡ് ഹാർഡ്നെസ് പ്രോപ്പർട്ടി വളരെ കൂടുതലുള്ള ടെമ്പറേച്ചറിലും കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ റെഡ് ഹാർഡ്നെസ് പറയുക. അപ്പോൾ ഈ സാധാരണ കോൾഡ് ഹാർഡ്നെസ് ഉള്ള പ്രോപ്പർട്ടി അത് വലിയ ചൂടിലും വലിയ ചൂട് വന്നാലും ആ ഹാർഡ്നെസ് നിലനിർത്തണം. ആ ഒരു പ്രോപ്പർട്ടിക്കാണ് പറയുക റെഡ് ഹാർഡ്നെസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. വൈൽ മെഷീനിങ്, the friction between the tool and the work, the tool and the chips, causes heat to be generated and the tool loses its hardness and its efficiency to cut diminishes. അപ്പോൾ മെഷീനിങ് ചെയ്യുമ്പം സ്വാഭാവികമായിട്ട് വർക്കും ടൂളും നമ്മൾ ടച്ച് വരുന്ന അവിടെ ഫ്രിക്ഷൻ വരുന്നു. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഹീറ്റ് ജനറേറ്റ് ചെയ്യും. ഈ ഹീറ്റ് എന്ത് ചെയ്യും? അതിൻ്റെ ഹാർഡ്നെസ്സിനെ നഷ്ടപ്പെടുത്തും, അതിൻ്റെ എഫിഷ്യൻസി നഷ്ടപ്പെടുത്തും. ശ്രദ്ധിക്കേണ്ടത്. If a tool maintains its cutting efficiency even at increased temperature during cutting, it can be said that it possesses the red hardness property. ഈ ടൂള് അതിൻ്റെ കട്ടിംഗ് എഫിഷ്യൻസി ഇൻക്രീസ്ഡ് കൂടിയ ടെമ്പറേച്ചറിൽ നിലനിർത്തുന്നുണ്ടെങ്കിൽ ആ ഒരു മെറ്റലിനെ നമ്മൾ അതിന് റെഡ് ഹാർഡ്നെസ് പ്രോപ്പർട്ടി ഉള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നു. അത് റെഡ് ഹാർഡ്നെസ് പ്രോപ്പർട്ടി ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ സാധാരണ ലെയ്ത്ത് ടൂളൊക്കെ നമുക്കറിയാം, വലിയ ചൂടൊക്കെ ഉണ്ടാവും ലെയ്ത്തിൽ. ആ ചൂട് സമയത്തും അതിൻ്റെ ലെത്ത് കട്ടിംഗ് ടൂളിൻ്റെ മൂർച്ച പോകാതെ നിൽക്കണം. അതിന് വേണ്ടിയിട്ട് മിക്കവാറും ലെയ്ത്ത് ടൂളൊക്കെ റെഡ് ഹാർഡ്നെസ് പ്രോപ്പർട്ടി ഉള്ള ടൂളാണ് കൂടുതൽ ലെയ്ത്ത് കട്ടിംഗ് ടൂൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്.
അടുത്ത് പറയുന്നത് ടഫ്നെസ് എന്നുള്ള പ്രോപ്പർട്ടിയെക്കുറിച്ചാണ്. ദ പ്രോപ്പർട്ടി ടു റെസിസ്റ്റ് ബ്രേക്കേജ് ഡ്യൂ ടു സഡൻ ലോഡ് ദാറ്റ് റിസൾട്ട്സ് ഡ്യൂറിങ് മെറ്റൽ കട്ടിങ് ഈസ് ടേംഡ് ആസ് റഫ്നെസ്. ഈ ഒരു സഡൻ ഷോക്ക് ഒക്കെ വരുമ്പോൾ അത് താങ്ങാനുള്ള കഴിവ്, അതിനാണ് ടഫ്നെസ് പറയുക. ഉദാഹരണം നമ്മൾ ഹാമറിൻ്റെ ഹെഡൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ടഫ് ഉള്ള ചൂട് കൊണ്ടാണ്, ടഫ് മെറ്റീരിയൽ കൊണ്ടാണെന്ന് പറയാറുണ്ട്. കാരണം ഹാമർ കൊണ്ടായിരിക്കും ഒരു കാരണവശാലും ഹാമറിൻ്റെ തലയിൽ നിന്ന് പൊട്ടിപ്പോകരുത്. അപ്പോൾ അതിനൊക്കെ ഷോക്ക് റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതേപോലെയുള്ള കഴിവുള്ള മെറ്റൽ കൊണ്ടാണ് നമ്മൾ സാധാരണ രീതിയിൽ കട്ടിങ് ടൂൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ സഡൻ ലോഡോ മൂലം ബ്രേക്കേജ് തടയുന്ന പ്രോപ്പർട്ടിയാണ് എന്ത് പറയുക, ടഫ്നെസ് പറയുന്നത്. ദിസ് വിൽ റെഡ്യൂസ് ദ ബ്രേക്കേജ് ഓഫ് കട്ടിങ് എഡ്ജസ് ഓഫ് ടൂൾ. ഇത് കട്ടിങ് ടൂളിൻ്റെ എഡ്ജ് ബ്രേക്ക് ചെയ്യുന്നത് തടയുന്നു. ഇനി ഈ ടൂൾ മെറ്റീരിയൽ എങ്ങനെയൊക്കെ ആവണമെന്നാണ് പറയുന്നത്. ദ ഫോളോയിങ് ഫാക്ടേഴ്സ് ആർ ടു ബി കൺസിഡേർഡ് വെൻ സെലക്ടിങ് എ ടൂൾ മെറ്റീരിയൽ. ഒരു ടൂൾ മെറ്റീരിയൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ താഴെ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, മെറ്റീരിയൽ ടു ബി മെഷീൻഡ്. ഏത് മെറ്റീരിയലാണ് മെഷീൻ ചെയ്യുന്നത്? ഒന്നാമത്തെ. കണ്ടീഷൻ ഓഫ് ദ മെഷീൻ ടൂൾ. ആ മെഷീൻ ടൂളിൻ്റെ കണ്ടീഷൻ ഏത്? കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ റിജിഡിറ്റി ഒക്കെ എങ്ങനെയുണ്ട് എന്നർത്ഥം. അടുത്ത്, ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ. എത്ര നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, എത്ര ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, എത്ര അളവിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അടുത്ത്, ദ ഡയമെൻഷണൽ അക്യുറസി റിക്വയർഡ് ആൻഡ് ക്വാളിറ്റി ഓഫ് സർഫസ് ഫിനിഷ്. എത്ര ഡയമെൻഷണൽ അക്യുറസി ചെയ്യുന്നുണ്ട്, എത്ര കൃത്യത ഉണ്ട് അളവിൽ, അതുപോലെ എത്ര സർഫസ് ഫിനിഷ് ഉണ്ട് എന്ന് നോക്കുക. ദി അമൗണ്ട് ഓഫ് കൂളൻ്റ് അപ്ലൈഡ് ആൻഡ് മെത്തേഡ് ഓഫ് ആപ്ലിക്കേഷൻ. അതിൽ കൂളൻ്റ് കൊടുക്കുന്നുണ്ടോ ഇല്ലേ എന്നാണ് പ്രധാനം. അമൗണ്ട് ഓഫ് കൂളൻ്റ്. ഇപ്പോൾ കൂളൻ്റ് കൊടുക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ചൂടാകുമ്പോൾ ആ ചൂട് താങ്ങാനുള്ള കഴിവ് ആ കട്ടിൻ്റെ ഉള്ളിൽ ഉണ്ടാവണം. ഉദാഹരണം, നമുക്ക് വെറും കോൾഡ് ഹാർഡ്നെസ് പ്രോപ്പർട്ടി മാത്രമുള്ള മെറ്റൽ നമുക്ക് ഇതിന് ഉപയോഗിക്കാൻ പറ്റില്ല. അതാണ് അമൗണ്ട് ഓഫ് കൂളൻ്റ് അപ്ലൈഡ് എന്ന് പറയുന്നത്. കണ്ടീഷൻ ആൻഡ് ഫോം ഓഫ് മെറ്റീരിയൽ ടു ബി മെഷീൻഡ്. നമ്മൾ മെഷീൻ ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ കണ്ടീഷൻ എന്താണ്? നല്ല ഹാർഡ്നെസ് കൂടിയ മെറ്റീരിയലാണോ മെഷീൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹാർഡ്നെസ് കുറഞ്ഞ മെറ്റീരിയലാണോ? ഇതൊക്കെ നമ്മൾ പരിഗണിക്കണം. ദ 3 ഗ്രൂപ്പ്സ് അണ്ടർ വിച്ച് മെറ്റീരിയൽസ് ഫാൾ അണ്ടർ. പ്രധാനമായിട്ട് ഇങ്ങനെ ഈ ടൂൾ മെറ്റീരിയൽസ് നമ്മൾ 3 ഗ്രൂപ്പിലാണ് പെടുത്തിയിരിക്കുന്നത്. ഫെറസ് ടൂൾ മെറ്റീരിയൽസ്, നോൺ ഫെറസ് ടൂൾ മെറ്റീരിയൽ, നോൺ മെറ്റാലിക് ടൂൾ മെറ്റീരിയൽസ്. പ്രധാനമായി 3 തരത്തിലുള്ള ടൂൾസാണ് ഉള്ളത്. ഫെറസ് ടൂൾ മെറ്റീരിയലും, നോൺ ഫെറസ് ടൂൾ മെറ്റീരിയലും, നോൺ മെറ്റാലിക് ടൂൾ മെറ്റീരിയലും. ഫെറസ് നമുക്ക് എന്താണെന്ന് ഫെറസ് ടൂൾ മെറ്റീരിയൽസ് എന്ന് നോക്കാം. These materials have iron as their chief constituent. ഇരുമ്പ് അയൺ പ്രധാന ഘടകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇതിനാണ് നമ്മളെന്ത് പറയുക, ഫെറസ് ടൂൾ മെറ്റീരിയൽസ് എന്ന് പറയുക. ഹൈ കാർബൺ സ്റ്റീൽ, ടൂൾ സ്റ്റീൽ ആൻഡ് ഹൈ സ്പീഡ് സ്റ്റീൽ ബിലോങ്സ് ടു ദിസ് ഗ്രൂപ്പ്. ഹൈ കാർബൺ സ്റ്റീൽ, അതേപോലെ ടൂൾ സ്റ്റീൽ, ഹൈ സ്പീഡ് സ്റ്റീൽ, ഇതൊക്കെ ഈ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നതാണ്. അടുത്തത് ഫെറസ് ടൂൾ മെറ്റീരിയൽ. അടുത്തത് നോൺ ഫെറസ് ടൂൾ മെറ്റീരിയൽ. നോൺ ഫെറസ് ആയിട്ടുള്ള ടൂൾ മെറ്റീരിയൽ എന്തൊക്കെയാണെന്ന് നോക്കാം. നോൺ ഫെറസ് ആണെങ്കിൽ വല്ലാത്തത്. ദീസ് ഡു നോട്ട് ഹാവ് അയൺ ആൻഡ് ദേ ആർ ഫോംഡ് ബൈ അലോയിങ് എലമെൻറ്റ്സ് ലൈക്ക് ടങ്സ്റ്റൺ, വനേഡിയം ആൻഡ് മോളിബ്ഡിനം. അപ്പോൾ നോൺ ഫെറസ്, അപ്പോൾ നമുക്കറിയാം ഫെറസ് ടൂൾ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇരുമ്പ് പ്രധാനമായി അടങ്ങിയിരിക്കുന്നു. ഉദാഹരണമായിട്ട് ഹൈ കാർബൺ സ്റ്റീൽ, HSS, ഇതൊക്കെ നമ്മൾ ഫെറസ് ടൂൾ മെറ്റീരിയലിന് ഉദാഹരണമാണ്. എന്നാൽ നോൺ ഫെറസ് മെറ്റീരിയൽ എന്താണെന്ന് നോക്കാം. These do not have iron and they are formed by alloying elements like tungsten, vanadium and molybdenum. അപ്പോൾ ഇതിൽ നോൺ ഫെറസ് മെറ്റൽ എന്ന് പറഞ്ഞാൽ അയൺ അതിലുണ്ടാവില്ല, അയൺ ഇല്ലാത്ത മെറ്റലാണ്. ഉദാഹരണമായിട്ട് അതിൽ പ്രധാനമായി അടങ്ങിയിരിക്കുന്നത് ടങ്സ്റ്റൺ, വനേഡിയം, മോളിബ്ഡിനം തുടങ്ങിയ മെറ്റൽസാണ്. സ്റ്റെലൈറ്റ് ബിലോങ്സ് ടു ദിസ് ഗ്രൂപ്പ്. സ്റ്റെലൈറ്റ് എന്ന് പറഞ്ഞത് ഈ ഗ്രൂപ്പിൽപ്പെട്ടതാണ്. പിന്നെ അടുത്ത് വരുന്നത് കാർബൈഡാണ്. കാർബൈഡ്. ദീസ് മെറ്റീരിയൽസ് ആർ ആൾസോ നോൺ ഫെറസ്. ഇതും ഒരു നോൺ ഫെറസ് മെറ്റീരിയൽസ് ആണ്. ദേ ആർ മാനുഫാക്ചേർഡ് ബൈ പൗഡർ മെറ്റലർജി ടെക്നിക്ക്. ഇത് പൗഡർ മെറ്റലർജി ടെക്നിക്ക് ഉപയോഗിച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. കാർബൺ ആൻഡ് ടങ്സ്റ്റൺ ആർ ചീഫ് അലോയിങ് എലമെൻറ്റ്സ്. ഇതിൽ കാർബണും ടങ്സ്റ്റനാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി ഉപയോഗിക്കുന്ന അലോയിങ് എലമെൻറ്റ്സ്. അടുത്തത് പറയുന്നത് നോൺ മെറ്റാലിക് മെറ്റീരിയൽസിനെ കുറിച്ചാണ് പറയുന്നത്. മെറ്റൽ അല്ലാത്ത മെറ്റീരിയൽസ്. ദീസ് ടൂൾ മെറ്റീരിയൽസ് മെയ്ഡ് ഔട്ട് ഓഫ് നോൺ മെറ്റൽസ്. ഇത് നോൺ മെറ്റൽസ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. സെറാമിക്സ് ആൻഡ് ഡയമണ്ട്സ് ബിലോങ്സ് ടു ദിസ് ഗ്രൂപ്പ്. ഇതിൽ സെറാമിക്, നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ടൈലൊക്കെ ഉണ്ടാക്കുന്ന മെറ്റീരിയൽ സെറാമിക്, അതുപോലെ ഡയമണ്ട് ഒക്കെ ഈ ഗ്രൂപ്പിൽ പെടുന്നു. ഹൈ കാർബൺ സ്റ്റീൽ ഈസ് ദ ഫസ്റ്റ് ടൂൾ മെറ്റീരിയൽ ഇൻട്രോഡ്യൂസ്ഡ് ഫോർ മാനുഫാക്ചറിങ് കട്ടിംഗ് ടൂൾ. നമ്മൾ ആദ്യമൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനമായിട്ട് ടൂൾ ഹൈ കാർബൺ സ്റ്റീലാണ്. ആദ്യമൊക്കെ നമ്മൾ പ്രധാനമായിട്ട് കട്ടിംഗ് ടൂൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്.
ഇറ്റ് ഹാസ് പുവർ റെഡ് ഹാർഡ്നെസ് പ്രോപ്പർട്ടി ആൻഡ് ലോസസ് ഇറ്റ്സ് കട്ടിങ് എഫിഷ്യൻസി വെരി ക്വിക്കലി. പക്ഷേ ഐക്കാർബൺ മെഷീനെ സംബന്ധിച്ചോളം അതിന് റെഡ് ഹാർഡ്നെസ് പ്രോപ്പർട്ടി കുറവാണ്. ചൂടാകുമ്പോൾ അതിൻ്റെ കട്ടിങ് എബിലിറ്റി നഷ്ടപ്പെടും. അതുപോലെ ഇപ്പം കട്ടിങ് എബിലിറ്റി നഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ അതിന് ഉപയോഗിക്കാൻ പറ്റില്ല. അലോയിങ് എലമെൻറ്റ്സ് ലൈക്ക് ടങ്സ്റ്റൺ, ക്രോമിയം ആൻഡ് വനേഡിയം ആർ യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ഹൈ സ്പീഡ് സ്റ്റീൽ ടൂൾ മെറ്റീരിയൽ. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ അധികം ഉപയോഗിക്കുന്നത് ഹൈ സ്പീഡ് സ്റ്റീലാണ് ഉപയോഗിക്കുന്നത്. ഹൈ സ്പീഡ് സ്റ്റീലിനെ സംബന്ധിച്ചിടത്തോളം അയണിൻ്റെ കൂടെ ടങ്സ്റ്റൺ, ക്രോമിയം, വനേഡിയം തുടങ്ങിയ മെറ്റൽ കൂടി ആഡ് ചെയ്യുന്നു. അപ്പോൾ ഈ മെറ്റൽ കൂടി ആഡ് ചെയ്യുമ്പോൾ അതിന് കൂടുതൽ പ്രോപ്പർട്ടീസ്, റെഡ് ഹാർഡ്നെസ് പ്രോപ്പർട്ടി ഒക്കെ ഉണ്ടാകുന്നു. ഇനി ലേത്ത് കട്ടിംഗ് ടൂൾസിൻ്റെ ടൈപ്സാണ് പറയുന്നത്. പലതരത്തിലുള്ള ടൂൾസാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ദ ടൂൾ മെറ്റീരിയൽസ് ഷുഡ് ബി സോളിഡ് ടൈപ്പ് ടൂൾസ്, ബ്രേസ്ഡ് ടൈപ്പ് ടൂൾസ്, ഇൻസേർട്ടഡ് ബിറ്റ് വിത്ത് ഹോൾഡേഴ്സ്, ത്രോ എവേ ടൈപ്പ് ടൂൾസ്. പ്രധാനമായും ഉപയോഗിക്കുന്നത് സോളിഡ് ടൈപ്പ് ടൂൾ ഉപയോഗിക്കുന്നുണ്ട്, ബ്രേസ്ഡ് ടൈപ്പ് ടൂൾ ഉപയോഗിക്കുന്നുണ്ട്, ഇൻസേർട്ടഡ് ബിറ്റ്സ് വിത്ത് ഹോൾഡേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്, ത്രോ എവേ ടൈപ്പ് ടൂൾസ് ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായും നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസ്. പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഇതൊക്കെയാണ്. ഓരോന്ന് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, സോളിഡ് ടൂൾസ്. ഒരൊറ്റ പീസായിട്ട് വരുന്ന ടൂളാണ് സോളിഡ് ടൂൾ. ദീസ് ആർ ടൂൾസ് ഹാവിങ് ദെയർ കട്ടിംഗ് എഡ്ജസ് ഗ്രൗണ്ട് ഓൺ സോളിഡ് ബിറ്റ്സ് ഓഫ് സ്ക്വയർ, റെക്ടാങ്കുലർ ആൻഡ് റൗണ്ട് ക്രോസ് സെക്ഷൻ. ഈ സോളിഡ് ടൂൾ എന്ന് പറഞ്ഞാൽ ഒറ്റ പീസ് മെറ്റൽ ഗ്രൈൻഡ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ഒറ്റ പീസാണ് നമ്മൾ സ്ക്വയറോ റെക്ടാങ്കിളോ റൗണ്ട് സെക്ഷനിലോ ഒരു പീസ് ഗ്രൈൻഡ് ചെയ്താണ് നമ്മൾ ഈ ടൂൾ ഉണ്ടാക്കുന്നത്. മോസ്റ്റ് ഓഫ് ദി ലേത്ത് കട്ടിംഗ് ടൂൾസ് ആർ ദ സോളിഡ് ടൈപ്പ് ആൻഡ് ഹൈ കാർബൺ സ്റ്റീൽ, ഹൈ സ്പീഡ് സ്റ്റീൽ ആൻഡ് യൂസ്ഡ്. പ്രധാനമായി ഉപയോഗിക്കുന്ന കട്ടിംഗ് ടൂൾസൊക്കെ ഈ ഒരു തരത്തിൽ ഉള്ളതാണ്. ദ ലെങ്ത് ആൻഡ് ക്രോസ് സെക്ഷൻ ഓഫ് ദ ടൂൾ ഡിപ്പെൻഡ് അപ്പോൺ ദ കപ്പാസിറ്റി ഓഫ് ദ മെഷീൻ, ദ ടൈപ്പ് ഓഫ് ടൂൾ പോസ്റ്റ് ആൻഡ് ദി നേച്ചർ ഓഫ് ഓപ്പറേഷൻ. ഈ ടൂളിൻ്റെ ക്രോസ് സെക്ഷൻ നമ്മൾ ഏത് മെഷീനും ഉപയോഗിക്കുന്നു, ഏത് വർക്കിനും ഉപയോഗിക്കുന്നു അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഈ ടൂളിൻ്റെ ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ വലിപ്പം, ടൂളിൻ്റെ വലിപ്പം. ഇനി അടുത്തൊരു ടൈപ്പ് ടൂളാണ് ഇൻസേർട്ടഡ് ബിറ്റ്സ് വിത്ത് ഹോൾഡേഴ്സ്. ചിത്രം ശ്രദ്ധിക്കുക. ഇതിൽ ഹോൾഡർ ഉണ്ട്. ഇത് ഹോൾഡറാണ്. ഈ ഹോൾഡറിന് മുകളിൽ ഇതൊരു പീസ് നമ്മൾ വെച്ചിട്ട് ഈ ബോൾട്ട് ഉപയോഗിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോളിഡ് ഹൈ സ്പീഡ് സ്റ്റീൽ ടൂൾസ് കോസ്റ്റ്ലി, ഹെൻസ് ദേ ആർ സംടൈംസ് യൂസ്ഡ് ആസ് ഇൻസേർട്ടഡ് ബിറ്റ്സ്. ഇപ്പോൾ സോളിഡ് പീസ് എന്ന് പറഞ്ഞാൽ ഒക്കെ ഒരു പീസ് കൊണ്ട് ഉണ്ടാക്കിയതിന് ചിലവ് കൂടും. നമ്മൾ ആ പീസിൻ്റെ ചിലവ് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ പിന്നെ ഉപയോഗിക്കുന്ന ടൈപ്പാണ് ഇൻസേർട്ടഡ് ബിറ്റ്. ഒരു ബിറ്റ് അതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ദീസ് ബിറ്റ്സ് ആർ സ്മാൾ ഇൻ സൈസസ്. വളരെ ചെറിയൊരു ബിറ്റാണ് ഉപയോഗിക്കുന്നത്. ആൻഡ് ആർ ഇൻസേർട്ടഡ് ഇൻ ദ ഹോൾസ് ഓഫ് ദ ഹോൾഡർ. ആ ഹോൾഡറിൻ്റെ ഹോളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദീസ് ഹോൾഡേഴ്സ് ആർ ഹെൽഡ് ആൻഡ് ക്ലാംപ്ഡ് ഇൻ ദ ടൂൾ പോസ്റ്റ് ടു ക്യാരി ഔട്ട് ഓപ്പറേഷൻ. ഈ ഹോൾഡറാണ് നമ്മൾ ടൂൾ പോസ്റ്റിന് മുകളിൽ വെക്കുന്നത്. വ്യത്യസ്ത ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ദിസ് ടൈപ്പ് ഓഫ് ടൂൾസ് ഈസ് ദ റിജിഡിറ്റി ഓഫ് ദ ടൂൾ ഈസ് പുവർ. ഈ ടൂളിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് അറിയുന്നത് വെച്ചാൽ അതിന് ഉറപ്പ് കുറവാണ്, പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്, റിജിഡിറ്റി കുറവാണ്. ഇനി അടുത്ത വേറൊരു ടൈപ്പ് ടൂളാണ് കാണിച്ചിരിക്കുന്നത്, ബ്രേസ്ഡ് ടൂൾ. ദീസ് ടൂൾസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ഡിഫറെൻറ്റ് മെറ്റൽസ്. വ്യത്യസ്ത മെറ്റൽ ഉപയോഗിച്ചുണ്ടാക്കുന്ന ടൂളാണ് ബ്രേസ്ഡ് ടൂൾ എന്ന് പറഞ്ഞത്. ദ കട്ടിംഗ് പോർഷൻ ഓഫ് ദീസ് ടൂൾസ് ആർ കട്ടിംഗ് ടൂൾ മെറ്റീരിയൽസ് ആൻഡ് ദ ബോഡി ഓഫ് ദ ടൂൾസ് ഡു നോട്ട് പോസസ് ആൻഡ് കട്ടിംഗ് എബിലിറ്റി ആൻഡ് ആർ ടഫ്. അപ്പോൾ ഇതിൽ രണ്ട് പാർട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒന്ന് ഒരു ബോഡി ഉണ്ട്. ബോഡി സാധാ മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു. അതിന് കട്ടിംഗ് എബിലിറ്റി വേണ്ട ആവശ്യമില്ല. അതിൽ വേറെ കട്ടിംഗ് എബിലിറ്റി ഉള്ള ഒരു പീസ് വെച്ച് ബ്രേസ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ സോൾഡറിങ് പോലെ ബ്രേസ് ചെയ്യുക, ബ്രാസ് ഉപയോഗിച്ച് തമ്മിൽ ജോയിൻ ചെയ്യുക. ആ പീസ് അതിന് മുകളിൽ വെച്ചിട്ട് അവിടെ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ ഉറപ്പിക്കുന്ന മെത്തേഡാണ് ബ്രേസിങ്. ടങ്സ്റ്റൺ കാർബൈഡ് ടൂൾസ് ആർ മോസ്റ്റ്ലി ഓഫ് ദ ബ്രേസ്ഡ് ടൈപ്പ്. ടങ്സ്റ്റൺ കാർബൈഡ് ടൂളൊക്കെ അധികം ഉപയോഗിക്കുന്നത് ബ്രേസ്ഡ് ടൈപ്പാണ് ഉപയോഗിക്കുന്നത്. ടങ്സ്റ്റൺ കാർബൈഡ് ബിറ്റ്സ് ഓഫ് സ്ക്വയർ, റെക്ടാങ്കുലർ ആൻഡ് ട്രയാങ്കുലർ ഷേപ്പ് ആർ ബ്രേസ്ഡ് ടു ദ ടിപ്സ് ഓഫ് ദ ഷാങ്ക്. ഈ ടങ്സ്റ്റൺ കാർബൈഡ് ബിറ്റ്സ് സ്ക്വയർ, റെക്ടാങ്കുലർ, ട്രയാങ്കുലർ ഷേപ്പൊക്കെ ഉണ്ടാവും. അതതിന് മുകളിൽ ബ്രേസ് ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അടുത്തൊരു ടൈപ്പ് ടൂളാണ് ത്രോ എവേ ടൈപ്പ് ടൂൾസ്. ത്രോ എവേ എന്ന് പേര് സൂചിപ്പിക്കുമ്പോൾ തന്നെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വലിച്ചെറിയാം. നമ്മൾ ഡിസ്പോസബിൾ ഗ്ലാസ്സൊക്കെ പോലെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വലിച്ചെറിയുന്ന ടൂളാണ് ഉപയോഗിക്കുന്നത്. അതിൽ നിങ്ങൾ ചിത്രത്തിൽ കാണാൻ പറ്റും ഒരു ടൂള്. ആ പീസ് അതിന് മുകളിൽ സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 4 കോർണർ നമുക്ക് ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടൂള് നമുക്ക് ഒഴിവാക്കാം. പിന്നെ അതേപോലെ വേറെ പീസ് കൊണ്ട് വയ്ക്കാം.
കാർബൈഡ് ബ്രേസ്ഡ് ടൂൾസ് വെൻ ബ്ലണ്ട് ഓർ ബ്രോക്കൺ നീഡ് ഗ്രൈൻഡിങ് വിച്ച് ടൈം ഫോർ കൺസ്യൂമർ ആൻഡ് എക്സ്പെൻസീവ്. ഈ കാർബൈഡ് ബ്രേസ്ഡ് ടൂൾസൊക്കെ നമ്മൾ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് രണ്ടാമത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഹെൻസ് ദേ ആർ യൂസ്ഡ് ആസ് ത്രോ എവേ ഇൻസേർട്ട് ടു മാസ് പ്രൊഡക്ഷൻ. മാസ് പ്രൊഡക്ഷനിലൊക്കെ നമ്മൾ അധികം ഉപയോഗിക്കുന്നത് ത്രോ എവേ ഇൻസേർട്ടാണ്. ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒഴിവാക്കുന്ന തരത്താണ് ഉപയോഗിക്കുന്നത്. സ്പെഷ്യൽ ടൂൾ ഹോൾഡേഴ്സ് ആർ നീഡഡ് ആൻഡ് ദ കാർബൈഡ് ബിറ്റ്സ് ഓഫ് റെക്റ്റാങ്കുലർ, സ്ക്വയർ ഓർ ട്രയാങ്കുലർ ഷേപ്പ് ആർ ക്ലാംപ്ഡ് ഇൻ ദ സീറ്റിംഗ് ഫേസസ്. അതിൻ്റെ പ്രത്യേക ടൂൾ ഹോൾഡേഴ്സ് ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. അതിന് കാർബൈഡ് ബിറ്റാണ് ഉപയോഗിക്കുന്നത്. പലതരത്തിലുള്ള ബിറ്റേഴ്സ് നമുക്ക് സ്പെഷ്യൽ ഹോൾഡറിൽ ഫിറ്റ് ചെയ്തിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. ഇനി ലെയ്ത്ത് കട്ടിംഗ് ടൂൾ ടൈപ്പ്. ലെയ്ത്ത് കട്ടിംഗ് ടൂൾ വ്യത്യസ്ത ഷേപ്പിൽ ലഭ്യമാണ്. ചിത്രം ശ്രദ്ധിക്കുക, പല ഷേപ്പിലുള്ള കട്ടിംഗ് ടൂൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ലെയ്ത്ത് കട്ടിംഗ് ടൂൾസ് ആർ അവൈലബിൾ വെറൈറ്റി ഓഫ് ഷേപ്പ് പെർഫോമിങ് ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ്. ഇതിൽ പ്രധാനമായും ഉപയോഗിക്കുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. ചിത്രം ശ്രദ്ധിക്കുക. ഒന്ന് ഫേസിംഗ് ടൂൾ കാണിച്ചിട്ടുണ്ട്, അത് ക്രാങ്ക്ഡ് ടൂളാണ്. ഓഫ്സെറ്റ് നൈഫ് ടൂൾ കാണിച്ചിട്ടുണ്ട്, നൈഫ് എഡ്ജ് ടൂൾ കാണിച്ചിട്ടുണ്ട്. അതുപോലെ അടുത്ത ടൂളാണ് റഫിംഗ് ടൂൾ. ഇത് ഒബ്ലിക് കട്ടിങ്ങുള്ള റഫിംഗ് ടൂളാണ്. റൗണ്ട് നോസ് ഫിനിഷിംഗ് ടൂൾ കാണിച്ചിട്ടുണ്ട്. അതുപോലെ ബ്രോഡ് നോസ് ഫിനിഷിംഗ് ടൂൾ കാണിച്ചിട്ടുണ്ട്, വലിയ ഫേസ് ആയിരിക്കും. അടുത്ത അണ്ടർ കട്ടിംഗ് ഓഫ് പാർട്ടിംഗ് ഓഫ് ടൂൾ. ഒരു പീസ് രണ്ടായി മുറിക്കാൻ ഉപയോഗിക്കുന്ന ടൂളാണ് അണ്ടർ കട്ടിംഗ് ഓഫ് ടൂൾ, പാർട്ടിംഗ് ഓഫ് ടൂൾ. അതുപോലെ എക്സ്റ്റേണൽ ത്രെഡിങ്ങിൽ ഉപയോഗിക്കുന്ന ടൂളാണ് കാണിച്ചിരിക്കുന്നത്, വി ഷേപ്പ് ടൂളാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ബോറിംഗ് ടൂൾ, ഒരു ഹോള് വലുതാക്കാൻ ഉപയോഗിക്കുന്ന ടൂളാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ലെയ്ത്ത് കട്ടിംഗ് ടൂൾസ്, മെറ്റീരിയൽസിൻ്റെ പ്രോപ്പർട്ടി, ഏതൊക്കെ കട്ടിംഗ് ടൂൾ ഉപയോഗിക്കുന്നു, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.